ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വ്ളോഗിൽ പറഞ്ഞില്ലേ പല്ലിൻ്റെ കാര്യം. അപ്പോൾ ആ കാര്യം പറയാനാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ, കൈയൊക്കെ മുടക്കാൻ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഞാനത് ഒറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, എന്തുകൊണ്ടാണ് പല്ല് ഇങ്ങനെ ഗ്യാപ്പായിട്ടിരിക്കുന്നത്, കറക്റ്റ് അല്ലാതെ എന്താ പറയുക, നന്നായിട്ട് ചിരിക്കാത്തത്, പല്ലിൽ കമ്പിയിടാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു പല വ്ളോഗിലും പല വീഡിയോയിലും നമുക്ക് കമന്റ് വരാറുണ്ട്, നന്നായിട്ട് ചിരിക്കുന്നില്ല. ഇപ്പൊ വ്ളോഗ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കമന്റ്സ് കൂടുതൽ വരാൻ തുടങ്ങിയത്. അതുപോലെ വാട്സാപ്പിലും മെസ്സേജുകൾ വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് പല്ലിന് ഗ്യാപ്പ് ഉണ്ടായിട്ടും പല്ലിൽ കമ്പിയിടാത്തതെന്നുള്ളത്. അപ്പോൾ പല്ലിൽ കമ്പി ഇട്ടതാണ്. പല്ലിൽ കമ്പി ഇട്ടിട്ട് പിറ്റേ ദിവസം തന്നെ അത് ഊരി കളയേണ്ട ദിവസമല്ല, 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം പല്ലിൽ കമ്പി ഇട്ടു. പിറ്റേ ദിവസം പ്രശ്നം ആരംഭിച്ച് അല്ലേ? കമ്പിട്ട് വൈകുന്നേരം ആയപ്പോ പ്രശ്നം തുടങ്ങി. രാവിലെ കമ്പിട്ടു, 5 പല്ല് പറിച്ചു. മൊത്തം 5 പല്ല് പറിച്ചു കളഞ്ഞിട്ട് ഇല്ല, ഈ ഏട്ട 5 പല്ല് പറിച്ച് മാറ്റിയിട്ട് പല്ലില് കമ്പിട്ടിട്ട് വൈകുന്നേരം ആയപ്പോ അലർജി തുടങ്ങിയിട്ട് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കുന്നത് പല്ലില് കമ്പിയിട്ടതിന്റെ ഭാഗമായിട്ട് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വേദന വരും, തൊലി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്ര മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇരുന്നു. അത് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, പിന്നെ അങ്ങട് വാ തുറക്കാൻ പറ്റാതെ വേദന അങ്ങോട്ട് കൂടി വരുന്നു. എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ട്. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് ഇതൊക്കെ സ്റ്റീൽ അലർജി, ഈ കമ്പി സ്റ്റീലാണല്ലോ. അപ്പൊ സ്റ്റീൽ അലർജി ആണെന്നുള്ള വിവരം നേരത്തെ അറിയാവുന്ന, കാരണം വാച്ച് കെട്ടാൻ പറ്റാറില്ല. വാച്ചിന്റെ അടിവശത്ത് വരുന്ന ആ സ്റ്റീൽ അലർജി ആയതുകൊണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് വാച്ച് കിട്ടിയിട്ടില്ല. വാച്ച് ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് എക്സാം എഴുതാറുണ്ട്, വാച്ച് കിട്ടിയിട്ടില്ല. അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എനിക്കും അറിയാമായിരുന്നു. പക്ഷെ പല്ലില് കമ്പി ഇടണമെന്ന് പറഞ്ഞു, കയ്യില് കാശുള്ള സമയമാണ് കൂടുതൽ, ഒരു പ്രശ്നമില്ല. അപ്പൊ പല്ലില് കമ്പി സാധാരണ ക്യാഷിന്റെ ഷോർട്ടേജ് ഒക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് അടുത്ത മാസം പോവാം അങ്ങനെയൊക്കെ വിചാരിക്കണത്. ക്യാഷ് റെഡിയാണ്, പിന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. വേഗം അങ്ങ് എടുത്ത് ചാടി പോയി പല്ല് പറിക്കാനായിട്ട്. പല്ല് പറിക്കാനായിട്ടല്ല, പല്ല് പറിച്ചത് തന്നെ രസമായിരുന്നു. 4 പല്ല് ഒരുമിച്ച് പറിച്ചു. ആദ്യം ഒരു പല്ല് പറിച്ചു, പിറ്റേ ദിവസം പോയിട്ട് 4 പല്ല് ഒരുമിച്ച് പറിച്ചപ്പോ എന്താന്ന് വെച്ചാല് എനിക്കറിയില്ലായിരുന്നു. ഈ ആദ്യത്തെ പല്ല് പറിച്ചപ്പോഴാണ് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നത്, പല്ല് മരവിക്കാൻ മോണം മരവിക്കാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇത്ര ടൈം വരെ ആ മരവിപ്പ് നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ മരവിപ്പ് മാറിപ്പോകുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ മരവിപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ പല്ല് പറിക്കാൻ വിളിച്ചത്. കൊറേ നേരം അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വെയിറ്റ് ചെയ്യല് കഴിഞ്ഞ് നീതയുടെ പേര് വിളിച്ചു കഴിഞ്ഞ് അകത്ത് നിന്ന് പല്ല് പറിക്കണതിനിടക്ക് നീത ബോധം കെട്ട് താഴ്ത്തി വീണ് വേദന കൂടിയിട്ട് അങ്ങനെ ഭയങ്കര സീനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറും മേടിച്ചു പല്ല് പറിച്ചിട്ട് ബോധം കെട്ട് വീണു. പിന്നെ ഡോക്ടർ അനിയന്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് താഴെ. ആ ഡോക്ടർ ഒരു ജനറൽ ഫിസിഷ്യനാണ്. പിന്നെ ആ ഡോക്ടർ വന്നിട്ട് എന്തൊക്കെയോ നമ്മുടെ സ്മെല്ല് ചെയ്യാൻ തന്നെ എന്തോ ഒരു ഇതുണ്ട്. ബോധം കിട്ടി വീഴുമ്പോ സാധാരണ പഞ്ഞിയിൽ എന്തോ ഒരു മെഡിസിൻ എടുത്ത് സ്മെല്ല് ചെയ്യിക്കുമ്പോഴാണ് ബോധം വരാറുള്ളത്. അതൊക്കെ ചേച്ചി എന്റെ പേരറിയില്ല എന്തോ. അപ്പൊ ആ മെഡിസിൻ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോ ബോധം വന്നു. അത് കഴിഞ്ഞിട്ട് ആ പല്ല് ഒന്ന് സെറ്റായി തുടങ്ങി. 2ാമത്തെ ദിവസം ബാക്കി 4 പല്ലും കൂടി പറിച്ചു. 4 പല്ലും പറിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ പല്ല് കമ്പി ഇടാൻ പറഞ്ഞു. അപ്പൊ ഈ പല്ല് പറിക്കുന്ന ഡോക്ടർ അല്ല പല്ലില് കമ്പി ഇടുന്നത്. പല്ല് പറിക്കുന്ന ഡോക്ടർ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന പല്ല് പറിക്കുന്ന ഡോക്ടർ ഇവിടെ തൃപ്പൂണിത്തുറ തന്നെയുള്ള ഡോക്ടറാണ്. കുറച്ച് പ്രായമുള്ള ഡോക്ടറാണ്. ഇപ്പൊ മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറാണ് വന്നിട്ട് കമ്പി ഇടുന്നത്. നമ്മളിവിടെ ഒരു ക്ലിനിക്കിലാണ്, നമ്മളിവിടെ വർഷങ്ങളായിട്ടുള്ള ഒരു ക്ലിനിക്കിലാണ് പോയിട്ട് പല്ല് പറിക്കുന്നത്. മെഡിക്കൽ ട്രസ്റ്റിലെ ഡോക്ടറാണ് കമ്പി ഇടാൻ വേണ്ടിയിട്ട് വരുന്നത്. ആ ഡോക്ടർ ആഴ്ചയിൽ 1 ദിവസം മാത്രമേ വരുള്ളൂ. ഈ കമ്പി ഇടുന്നതും കമ്പി ടൈറ്റ് ചെയ്യുന്നതും എടുക്കുന്നതുമായിട്ടുള്ള ദിവസമൊക്കെ ആഴ്ചയിൽ 1 ദിവസമാണ് എല്ലാവർക്കും ഡേറ്റ് കൊടുക്കുന്നത്. ഈ ഡോക്ടർ വന്ന് എന്റെ പല്ലില് കമ്പിയൊക്കെ ഇട്ടിട്ട് പോയി. 4ാമത്തെ ദിവസമായപ്പോ പ്രശ്നം കൂടി വരും. ഓരോ ദിവസം ചെല്ലുമ്പോ സ്റ്റീലിന്റെ കമ്പി കിടക്കുന്നതിന്റെ അലർജി, വായൊക്കെ പൊട്ടാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങി, നീറാൻ തുടങ്ങി, വീട്ടില് എന്റെ സമാധാനം പോയി തുടങ്ങി, നീതയുടെ സമാധാനം പോയി തുടങ്ങി, ആകെ പ്രശ്നമായി വീട്ടില്.
പിന്നെ അപ്പൊ നമ്മള് നേരെ ഈ ഡോക്ടറെ അടുത്ത് തന്നു. ഡോക്ടർ പറഞ്ഞു എനിക്കിത് കണ്ടിട്ടേ ശീലമുള്ളൂ, എടുത്തിട്ട് ശീലമില്ല. ഡോക്ടർക്ക് അറിയാൻ പാടില്ല കമ്പി എടുക്കാൻ, ഇട്ട ഡോക്ടർക്ക് അറിയാൻ പാടില്ല കമ്പി എടുക്കണ്ടെന്ന്. നിവൃത്തി. പിന്നെ ഒരാഴ്ച വരെ ഇത് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. ഈ കമ്പി വായിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് വേറെ പറയാൻ പറ്റാത്തൊരു ലെവലിലേക്ക് എത്തും. അപ്പൊ ആ ഡോക്ടർ ആണെങ്കിലും മെഡിക്കൽ ട്രസ്റ്റിൽ എല്ലാ ദിവസവും ഉണ്ടാവില്ല. ആ ഡോക്ടർ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ദിവസം പോയി ഒരു ദിവസം മെഡിക്കൽ ട്രസ്റ്റിൽ, ഒരു ദിവസം ഇവിടെ, അങ്ങനെ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഈ ഡോക്ടറെ കാണാൻ പറ്റില്ല. ഇപ്പൊ ഈ ഡോക്ടർ ഇവിടെ വരുന്ന ദിവസം മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഡോക്ടറിന് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഊരിത്തരാമെന്നുണ്ട്. ഡോക്ടർ എന്തൊക്കെയോ കാണിച്ചു, വലിച്ചു പറിച്ചു. നമ്മൾ ഊരിയെടുക്കണ പോലെയുള്ള നിലക്ക് ഡോക്ടർ ഊരിനെ കാണുമ്പത്തിന്റെ അറിയാം. ഡോക്ടർക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസും ഇല്ല. എങ്ങനെയൊക്കെ വലിച്ചു പറിച്ച കമ്പി ഊരിയെടുത്ത് ഞാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പല്ലിളകുകയും ചെയ്തതെന്ന് പറഞ്ഞില്ലേ, ആ കമ്പി ഊരണേന്റെ ഭാഗമായിട്ട് വേറെ പല്ല് ഇളകി, അങ്ങനെയൊക്കെ പ്രശ്നമായി. അത് കഴിഞ്ഞിട്ട് പല്ലിന് കമ്പി ഊരി കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിക്കണം ഇതോടുകൂടി പ്രശ്നം തീർന്നു, അലർജി പ്രശ്നങ്ങളൊക്കെ മാറി, പല്ല് കമ്പിയൊക്കെ ഊരിയെടുത്തല്ലോ, ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്കത് കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാൻ പറ്റില്ല, വായ അടയ്ക്കാൻ പറ്റില്ല, പൊട്ടല് ഉണങ്ങുന്നില്ല, ഭയങ്കര നീറലും വേദനയും, സംസാരിക്കാൻ ബുദ്ധിമുട്ടും, എല്ലാ അലർജിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. 1-2-3 ദിവസം കൂടെ വെച്ചോണ്ടിരുന്നല്ലേ, 2-3 ദിവസം കൂടെ വെച്ചോണ്ടിരുന്നു. 2-3 ദിവസം കൂടെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്കിന്നിന്റെ ഡോക്ടറെ പോയി കാണാം. ഡോക്ടർ സോണിക്ക് വർക്ക് നല്ല സൂപ്പർ ഡോക്ടറാണ് നമ്മുടെ നേവൽ ബേസ് ഷിപ്പ്യാർഡിന്റെ അടുത്ത്. അപ്പൊ സ്കിന്നിന്റെ ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു. സ്കിന്നിന്റെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി വെച്ച് എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിക്ക് പോയി, സ്റ്റീൽ അലർജിയാന്ന് പറഞ്ഞൂടെ. അപ്പൊ പുള്ളിയുടെ ഫയലില് എന്റെ ഹിസ്റ്ററിയിൽ സ്റ്റീൽ അലർജി എഴുതിയിട്ടുണ്ട്. കുറെ വർഷമായിട്ട് കണ്ടോണ്ടിരിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് അതിൽ സ്റ്റീൽ അലർജി എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു ആന്റിബയോട്ടിക് തന്നെ കഴിക്കേണ്ടി വരും, അല്ലാതെ സ്റ്റീൽ അലർജി മാറില്ല, ഈ അലർജി ബ്ലഡിലേക്ക് കലർന്നു, ഇതിന് മാറണമെങ്കിൽ ആന്റിബയോട്ടിക് എടുക്കണം എന്ന് പറഞ്ഞു. ആന്റിബയോട്ടിക് 30 ഗുളികയാണ് ആ ഡോക്ടർ എഴുതിയത് ഒരു മാസത്തേക്ക് ഗുളിക എഴുതിയിട്ട് അതൊരു ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞാൽ ഇല്ല, ഈ കളറായിരുന്നു ഗുളികയ്ക്ക്. നല്ല ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞാൽ കറുപ്പിനോട് അടുത്ത് വരുന്ന കളർ, കറുപ്പിനോട് അടുത്ത് വരുന്ന കളറിലെ ഗുളിക 3 നേരം, ഒരു ദിവസം 3 നേരം കഴിക്കണം ആ ഗുളിക. പിന്നെ ഒരു ഓയിന്റ്മെന്റ് പോലെ, ഒരു ലിക്വിഡ് പോലത്തെ ഒരു ഓയിന്റ്മെന്റ് തന്നു. അത് നമ്മളിങ്ങനെ വായിൽ അപ്ലൈ ചെയ്ത് ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ മാർക്കോളെന്ന് പറഞ്ഞ ഡോക്ടർ തന്നു. അത് ഒരു കോഴ്സ് കഴിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ആശ്വാസമുണ്ട്. ആ കോഴ്സ് തീർന്നു കഴിയുമ്പോ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സെയിം പ്രശ്നങ്ങൾ വരും. അത് രണ്ടാമത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു ഈ ഗുളികയുടെ അല്ല, അത് മാറാതെ വന്നിട്ട് നമ്മള് തന്നെ രണ്ടാമത് ആ ടാബ്ലറ്റ് ഒന്നും കൂടി കഴിക്കില്ലേ ഇത് മേടിച്ചിട്ട്? ഇല്ല, രണ്ടാമത് ഡോക്ടർ അടുത്ത് പോയി. രണ്ടാമത് 30 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ അടുത്ത് പോയി. അപ്പോഴും ഞാനപ്പൊ ക്ഷീണിച്ച് നാശമായി തുടങ്ങി. ടാബ്ലറ്റ് കഴിക്കുമ്പോ നീ പെൻസിൽ പോലെ ആയിക്കൊണ്ടിരിക്കുക, വണ്ണം കുറഞ്ഞ്. പിന്നെ എത്ര കോഴ്സ് കഴിച്ചത്? 3 കോഴ്സ് കഴിച്ചു. അപ്പൊ ആദ്യത്തെ 1 മാസത്തെ കോഴ്സ് കഴിഞ്ഞപ്പോ തന്നെ ഞാനത് ക്ഷീണിച്ച് അല്ലാതായി. അപ്പൊ പിന്നെ എനിക്ക് അപ്പോഴും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. സംസാരിക്കാം എന്ന് പറഞ്ഞാലും ഒരുപാട് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് മാറുന്നില്ല, ഈ ഒരു കോഴ്സ് മെഡിസിൻ കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പൊ ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ ഒരു ലിക്വിഡ് അല്ല, ഈ ടാബ്ലറ്റ് രണ്ടാമത് ഈ ഒരു ടാബ്ലറ്റ് ഒരു കോഴ്സും പിന്നെ ഈ ഒരു ലിക്വിഡ് പോലത്തെ ഒരു ജെല്ലി പോലത്തെ ഒരു ഓയിന്റ്മെന്റ് തന്നു. ആ ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചുണ്ട് ഭയങ്കര ആശ്വാസമുണ്ട്, വേദനയ്ക്ക് ഭയങ്കര ആശ്വാസമുണ്ട്. വായ തുറന്ന അക്ഷരം സംസാരിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റുമായിരുന്നു, വെള്ളം കുടിക്കാൻ ഒട്ടിപ്പോവും, വായകൾ ഒട്ടിപ്പോവും. ഇങ്ങനത്തെ ഒരു മെഡിസിൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എഴുതി കാണിക്കല് ഈ സംസാരിക്കുന്നതിന്റെ ആ ഒരു കഴിവുള്ളതിലും കരച്ചിൽ മാത്രമേ ഉള്ളൂ. കരച്ചിലും എനിക്ക് വയ്യ, പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അന്ന് അനുഭവിച്ചതിന്റെ അടുത്തേക്ക് എത്തില്ല, അതുപോലെ അനുഭവിച്ച്. പിന്നെ എഴുതി കാണിക്കലായി.
ഇടയ്ക്ക് ഒരാഴ്ച കൂടുതൽ അങ്ങനെ ആയിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ പോയി കണ്ടു. ഒരാഴ്ചയോളം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടറിന് ഇത് ഓയിൻമെന്റ് ഇടണ്ട, അത് ബുദ്ധിമുട്ടാവും, ഇങ്ങനെ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഇടണ്ട, അത് ഒഴിവാക്കിയിട്ട് ഈ ഗുളിക തന്നെ 30 ദിവസം കൂടി കഴിക്കാൻ പറഞ്ഞു. 30 ദിവസം കൂടി കഴിച്ചിട്ടും ഇത് മാറുന്നില്ല. പിന്നെ ഡോക്ടറെ കാണാൻ പോയില്ല, വീണ്ടും ഒരു 30 ദിവസം കൂടി കഴിച്ചു. അപ്പൊ എന്റെ കളറ് ശരിക്കുള്ള കളർ ഇതായിരുന്നു. പക്ഷെ ഈ 3 കോഴ്സും മരുന്ന് കഴിച്ചു കഴിഞ്ഞു ആള് കറുത്ത് വേറെ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകാത്ത പോലെ ഇത് എന്ത് പറ്റിയെന്ന് എല്ലാരും ചോദിക്കാൻ തുടങ്ങി. സ്ലിം ആവുകയും ചെയ്ത് നല്ലോണം ഇരുളുകയും ചെയ്ത ആള്. പല്ലിലൊക്കെ ലൈൻ, ബ്രൗൺ ലൈൻ വന്നു, നഖമൊക്കെ ബ്രൗൺ കളറിലെ ലൈൻ വന്നു. ഞാനാകെ ബ്രൗൺ കളറായി മൊത്തത്തിൽ ആ ടാബ്ലറ്റിന്റെ കളറിലേക്ക് ഞാൻ അങ്ങോട്ട് മാറി ഒരു വിധം. അങ്ങനെ മൊത്തത്തിൽ അലർജി വന്നതിന്റെ ഭാഗമായിട്ടാണ് എന്റെ പല്ലിലെ കമ്പി റിമൂവ് ചെയ്തത്. അപ്പൊ പല്ലിലെ കമ്പി റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചോദിക്കാം പല്ല് വെച്ചൂടെ എന്ന് ചോദിക്കാം. പക്ഷെ പല്ല് വെക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നല്ല ടെക്നോളജി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, പരീക്ഷിക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാനപ്പോ ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വേറെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട്, വേറെ ഡെന്റിസ്റ്റിന്റെ അടുത്തല്ലാതെ ഉള്ള ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടും ആ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് സ്റ്റീലിന്റെ സ്ക്രൂ വെച്ചിട്ടാണ് ഈ പല്ല് ഫിക്സ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റീലിന്റെ സ്ക്രൂ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്റെ അവസ്ഥകൾ പഴയത് തന്നെയായിരിക്കും, ഒട്ടും വ്യത്യാസം വരില്ല. അപ്പൊ സ്റ്റീല് എന്നേക്കും അലർജി ആയതുകൊണ്ടാണ് ഞാൻ ഈ പല്ലിന്റെ ഗ്യാപ്പ് അത്ര കാര്യമാക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാത്തത്. നേരത്തെ ആണെങ്കിൽ നല്ല ഭയങ്കര ചിരിയായിരുന്നു, ചെറിയ കാര്യത്തിനും ഭയങ്കര ചിരിയായിരുന്നു. ചിരി കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓർക്കുന്നുണ്ട് ഈ ചിരി ഇച്ചിരി കൂടുതലല്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. അവസാനം ചിരി കുറഞ്ഞു പോയ സ്ഥിതിയായി പോയി. ഇപ്പൊ അതുകൊണ്ട് ഞാൻ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോ കുഞ്ഞു ചിരിയെ ചിരിക്കുള്ളൂ. ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് എന്നെ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്റെ പല്ലിന്റെ 2 സൈഡിലും ഗ്യാപ്പ്, മേളിലും ഉണ്ടെങ്കിൽ താഴെ ഉണ്ട്, 4 പല്ലിന്റെ ഗ്യാപ്പ് ഉണ്ട്. എന്റെ ഗ്യാപ്പ് വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി എന്നിട്ട് പിന്നെ വേറെ ഗ്യാപ്പുള്ള പല്ലിന് ഗ്യാപ്പുള്ള ആൾക്കാരൊക്കെ കാണുമ്പോ, സിനിമയൊക്കെ കാണുമ്പോ അവരെ കണ്ടിട്ട് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, ഇവരുടെ പല്ലിന് ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ട് അവര് സ്മാർട്ട് ആയിട്ട് ഇരിക്കണ്ടല്ലോ എന്നുള്ള വാച്ച് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ കണ്ടിട്ടാണ് മമ്മൂട്ടിയുടെ പല്ലിന് ഒരു ഇത്തിരി ഗ്യാപ്പ് ഉണ്ട്, എന്നിട്ട് മമ്മൂട്ടിക്ക് പ്രശ്നമുണ്ടെന്നോ അല്ലെങ്കിൽ ഈ മമ്മൂട്ടിക്ക് യൂട്യൂബില് പല്ലിന്റെ കഥ പറയണ അല്ല, ഈ നാട്ടുകാരെ കാണുമ്പോ ചിരിച്ചാണിക്കൂലെന്ന് പറഞ്ഞിട്ടാണ് പല്ലിന്റെ പ്രശ്നം യൂട്യൂബിൽ കൂടെ വിളിച്ചു പറയണെന്ന്. അല്ല, അത് ചോദിച്ചതിന് മറുപടി പറയണ്ടേ. അപ്പൊ മമ്മൂട്ടിക്ക് പല്ലിന് ഗ്യാപ്പ് ഉണ്ട്, കലാഭവമണിക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോ പല്ലിന് ഗ്യാപ്പ് ഉണ്ട്. കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു, പ്രധാനമായിട്ട് മമ്മൂട്ടിയുടെ കാര്യം ഓർത്തും കലാഭവമണിക്കും പല്ലിന് ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും ചിരിക്കുമ്പോ ഞാൻ ചിരിക്കുന്ന ആൾക്കാരെല്ലാം പല്ല് ശ്രദ്ധിക്കും, പല്ലാണ് ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പൊ ഈ പല്ലിന് ഗ്യാപ്പുള്ള ആൾക്കാരെ കാണുമ്പോ എനിക്കൊരു സമാധാനം കിട്ടും. എനിക്ക് മാത്രല്ലല്ലോ, വേറെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാര് നന്നായിട്ട് ചിരിക്കണ്ടല്ലോ ഈ ഗ്യാപ്പും വെച്ചിട്ട് എന്നുള്ളൊരു സമാധാനം. പക്ഷെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല പല്ലിന്. അത് വേറെ അതാണ് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യം പറയണെങ്കിൽ ഈ പല്ലിന് കമ്പിയിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇപ്പോഴും എന്റെ പല്ല് ഓവറായിട്ട് പൊങ്ങിയിട്ടില്ല. ഇല്ല, ഇത്രയും കാലമായിട്ട് പല്ല് കാര്യമായിട്ട് പൊങ്ങിയിട്ടില്ല. ഇപ്പൊ 15 വർഷമായി എന്റെ പല്ല് പറിച്ചിട്ട്. ഞാൻ പറയട്ടെ, ഈ പല്ലിന് കമ്പിയിടേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല, വളരെ ചെറിയ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താ വെച്ചാ ഇവിടെ നീതയുടെ അമ്മയുടെ പല്ല് ഇത്തിരി പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഭാവിയിൽ പൊങ്ങിയാലോ എന്ന് കൊടുത്തിട്ട് ഓടുന്ന വട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറഞ്ഞ പോലെ വെറുതെ കയറി പറഞ്ഞു എനിക്ക് പല്ലിന് കമ്പിയിടണം. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് അടുത്ത ദിവസം തന്നെ പോയേക്കാന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോവുകയും ചെയ്തത്. ഇത്രയും കാലം ഒരു കുഴപ്പമില്ല. എന്റെ പല്ലിന് ഗ്യാപ്പ് വന്നിട്ടില്ല, ഫ്രണ്ടിലെ പല്ലൊന്നും ഇങ്ങനെ ഗ്യാപ്പ് വന്ന് അകന്നകന്ന് അങ്ങനെ പോയിട്ടുമില്ല, പല്ല് പൊങ്ങി വന്നിട്ടുമില്ല. അപ്പൊ പല്ല് പറിച്ച് മാറ്റിയെങ്കിലും പല്ലിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയൊരു ഗ്യാപ്പ് ഈ സൈഡിലെ പല്ലിന് വളരെ ചെറിയ, അതെനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അത്രയും ചെറിയ ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. അപ്പൊ എന്തായാലും പല്ലിന് കമ്പി ഇടുന്നതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ. ഒരു കാര്യമില്ലായിരുന്നു, ഞാൻ അതിന്റെ ഒപ്പം മൂളാനും എടുത്തിയാളാനും ഞാനും നിന്ന്, എന്നെ പറഞ്ഞാൽ മതിയില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പല്ലിന്റെ പ്രശ്നങ്ങള്.
പല്ലിന്റെ പ്രശ്നങ്ങളല്ല, ചിരിക്കാത്തതിന്റെയും പല്ലിന്റെ ഗ്യാപ്പ് ഉള്ളതിന്റെയും പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാത്തതും പല്ലിന് കമ്പിയിടാത്തതും ആ ഗ്യാപ്പ് അങ്ങനെ കീപ്പ് ചെയ്ത് പോണതും. ഇനിയിപ്പോ പോകുന്ന പോലെ പോട്ടെ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഞാൻ പറയാനില്ല അതേ വഴിയുള്ള വേറൊരു എന്താ ടൈറ്റാനിയത്തിന്റെ സ്ക്രൂ യൂസ് ചെയ്തു. ഇല്ല, വേറൊരു ഇത് കണ്ടായിരുന്നു ഞാൻ, എന്താ ക്ലിയർ ആയിട്ടുള്ള എന്തോ ഒരു ഇത് വെക്കുന്ന, അത് എനിക്ക് അറിയില്ല അത് എങ്ങനെയാണെന്നുള്ളത്. ക്ലിയർ ഗ്യാപ്പ് ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഫുൾ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഗ്യാപ്പ്. അത് എനിക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് പറിച്ച പല്ലിന് ഗ്യാപ്പ് മാറ്റി തരില്ല. ഉള്ള ഗ്യാപ്പ് മാറ്റാനായിട്ട് കമ്പ്യൂട്ടറിന് പകരം യൂസ് ചെയ്യണം. അതെല്ലാം 2 മാസം 1 മാസം എന്തോ കൂടുമ്പോ പോയി പുതിയ ഇത് കാസ്റ്റ് ചെയ്തിട്ടോണ്ടിരിക്കണം. അപ്പൊ അതെനിക്കറിയാൻ പാടില്ല, എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയാൻ പാടില്ല. ഇനി യൂസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പല്ലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ പല്ലും കൊണ്ട് മുമ്പോട്ട് പോയാൽ എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ്ട് ഇത്ര വലിയ ദുരന്തം സംഭവിച്ച പോലെ പറയേണ്ട കാര്യമൊന്നുമില്ല. ആൾക്കാര് ഫ്രണ്ടിൽ 2 ഡോറ് തുറന്നിട്ട് പല്ലില്ലാണ്ട് നടക്കണം. പിന്നീട് കിച്ചസിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അപ്പൊ എന്റെ ഒരു പല്ല് ചരിഞ്ഞ് വേറൊരു വഴിക്ക് നോക്കിയിരിക്കണം. എനിക്ക് അതും പെട്ടെന്ന് ശ്രദ്ധിക്കും. അത് സാജുലച്ചൻ പറഞ്ഞിട്ട് കുറെ പ്രായം കാണിച്ചില്ല. ഫ്രണ്ടിലത്തെ 2 പല്ലിന്റെ ഗ്യാപ്പ് എന്റെ നേരേക്ക് എടുത്ത ചെറുപ്പത്തില്. അത് അച്ഛൻ പറഞ്ഞോണ്ടിരുന്നല്ലേ എന്റെ വായിലും വെള്ളി പിടിപ്പിക്കേണ്ടി വരും എന്നൊക്കെ. നേരത്തെ ഈ 2 പല്ലും തമ്മില് നല്ല ഗ്യാപ്പായിരുന്നു. ഒരു 2mm കൂടുതലുണ്ടാവില്ല. 2mm എന്റെ കുഞ്ഞാറില്ലായിരുന്നു 2 നാളെങ്കിലും കയറുമായിരുന്നു. അത് ഇപ്പൊ ദൈവഭാഗ്യം കൊണ്ട് അടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത് വലുതായി വരുന്നതനുസരിച്ച്. അല്ലെങ്കിൽ ഫേസിന്റെ അവസ്ഥ തന്നെ വേറെ പോയി. ഞാൻ വാതിർക്കുമ്പോ വേറൊരു ക്യാരക്ടർ പോലെ. അപ്പൊ എന്തായാലും ഈ ചോദിച്ചവർക്കെല്ലാം ഈ ഒരു മറുപടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ചോദിക്കാട്ടോ, നമ്മള് മറുപടിയൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിരുന്നു, നിങ്ങളോട് ഒന്നും ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയില്ലേ എന്ന്, മറുപടി തരില്ലേ എന്ന് വെച്ചിട്ട്. നമ്മളോട് എന്ത് ചോദിച്ചാലും നമ്മൾ മറുപടി തരും കേട്ടോ. ചിലപ്പോൾ മറുപടി തരാൻ കുറച്ച് സമയം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം കമന്റ്സിന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുകയല്ലോ. അപ്പൊ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരോടും പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ചോദിച്ചത് ഇതേപോലെ ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതലും ലൈവിൽ ആൻസർ കൊടുക്കണം. നല്ലത് ലൈവായിട്ട് മറുപടി പറയാം. ലൈവില് വേറെ കുറെ ക്വസ്റ്റ്യൻസ് വരുമ്പോ അതിന്റെ ഇടയിൽ കയറ്റി പറഞ്ഞോണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല. വീണ്ടും വേറെ ക്വസ്റ്റ്യൻസ് വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അലർജി ഉള്ള ആളുകൾ എടുത്തു ചാടി പോയി ഇതുപോലെയല്ല ഏത് കാര്യമാണെങ്കിലും ചെറുപ്പത്തിൽ കാണിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരാളെ പെർഫെക്റ്റ് ആക്കാൻ നോക്കിയതാണ് പറ്റിയത്. ഇതുപോലെ എടുത്തു ചാടി. അപ്പൊ എന്റെ കയ്യില് ആ പഴയ ഫോട്ടോ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടല്ല. എന്റെ കയ്യിലുണ്ട്. മധുരയിൽ പോയപ്പോഴുള്ള എന്റെ കയ്യിലുണ്ട്. മധുരയിൽ പോയി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കും. അത് ഇതിലില്ല, അടിക്കാൻ കമ്പ്യൂട്ടറിലിരിക്കുന്ന സാധനമുണ്ട്. എന്റെ കയ്യിൽ എന്റെ ഫോണിൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്റെ ഫോണില് ആൽബത്തിലുണ്ട്. എന്റെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫോട്ടോ ഫുൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. മറ്റേ സിനിമയില്ല വണ്ടിയില്ലേ, മറ്റേ ദിലീപിന്റെ ഒരു സിനിമ അതേപോലെ ഇരിക്കണ കണ്ടാ മനസ്സിലാവൂല. പറക്കുന്നളിയില് മറ്റേ അച്ഛന്റെ ഭാഷ പറഞ്ഞ കരിമ്പൂതം പോലെ ഇരുന്നത്. അതായത് മറ്റേ മണവാളെ കണ്ടിട്ട് മണവാളിന്റെ അച്ഛൻ മറ്റേ വണ്ടിയില് പോകാടി ചെയ്യുമ്പോഴത്തേക്ക് അതിലെളുപ്പമില്ല. അതിലത്തെ മറ്റേ പുള്ളിക്കാരി കുളിക്കണതിന് മുമ്പുള്ള പോലെയാണ് അമ്മയ്ക്ക് ആദ്യം ഇരുന്നേച്ചത്. കുളിച്ച് കഴിഞ്ഞപ്പോഴുള്ള പോലെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതുപോലെ മാറിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ ഫോട്ടോ മുഴുവൻ ഡിലീറ്റ് ചെയ്ത്. അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ലാസ്റ്റ് ഇട്ട് തന്നേട്ടാ ആ ഫോട്ടോ ഞാൻ എങ്ങനെ മാറിപ്പോയി എന്നുള്ളത്. എല്ലാരും ചോദിക്കരുത്. ആ മധുരയിൽ പോയിക്കണ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ 2 തല്ലി മധുര വരെ നടത്തി എത്തിച്ച പോലെ ഇരിക്കണം മൊത്തത്തില്. ഇതെന്ത് പറ്റി പോയി എന്ന് പറഞ്ഞാൽ എല്ലാരും ചോദിക്കരുത്. അന്നേരം മൊത്തത്തിൽ അങ്ങനെ മുഴുവനായിട്ട് മാറിപ്പോയി. അതാ കമ്പിയുടെ അല്ല, ടാബ്ലറ്റിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. കമ്പിയാണ് പ്രശ്നം തുടങ്ങിയത്. കമ്പിയില് തുടങ്ങി ടാബ്ലറ്റിലെത്തി. അതിനുശേഷം ഞാൻ ടാബ്ലറ്റിനെ കുറ്റം പറയണെങ്കിലാണ് ഒരിത്തിരിങ്കിലും ആശ്വാസം ഉണ്ടാക്കി തന്ന ആ സാധനം. അതെ, അത് അത്രയും കോഴ്സ് 3 കോഴ്സ് കഴിച്ചപ്പോഴാണ്
അതെ ക്ലിയർ ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയെങ്കിൽ ആശ്വാസം ഒരുപാട് ഉണ്ടായിരുന്നു നേരത്തെ പ്രശ്നത്തിന്. അതാണ് ഇപ്പോഴത്തെ ബ്ലഡിൽ ഇൻഫെക്ഷന്റെ ബാക്കി. അത് വേറെ. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യമൊക്കെ മനസ്സിലായതിൽ സന്തോഷം. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.